This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में. Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ ഇൻ സ്മാർട്ട് ടെലിവിഷൻ. ക്രൈസ്തവരെന്ന് നാം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായും ദൈവാത്മാവാൽ നിയന്ത്രിക്കപ്പെടുന്നതായിരിക്കണമെന്ന് റവറൻ റോയ് എ തോമസ് ഉദ്ബോധിപ്പിച്ചു. ദൈവവചനം ക്രമമായി വായിക്കുകയും ധ്യാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള ഏക മാർഗമെന്നും അച്ഛൻ പറഞ്ഞു. രാജ്യാന്തര പ്രയർ ലൈൻ 2025 ഫെബ്രുവരി 4 ചൊവ്വാഴ്ച വൈകിട്ട് സംഘടിപ്പിച്ച യോഗത്തിൽ ലൂക്കോസ് 2:26-40 വാക്യങ്ങളെ ആധാരമാക്കി മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു സെന്റ് ആൻഡ്രൂസ് എപ്പിസ്കോപ്പൽ ചർച്ച് ഫാർമേഴ്സ് ബ്രാഞ്ച് ഡാളസ് ഇടവക വികാരി റവറൻ റോയ് എ തോമസ്. മിശിഹായുടെ വരവിന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആത്മാർത്ഥതയോടെ കാത്തിരിക്കുന്ന നീതിമാനായ ശിമയോനും ഹന്നായും തങ്ങളുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹിച്ചുവോ അത് അനുഭവവേദ്യമാക്കുന്നതിന് പിതാവായ ദൈവം പ്രസാദിച്ചുവെന്നത് നമ്മുടെ ജീവിതത്തിലും മാതൃകയായി സ്വീകരിക്കേണ്ടതാണെന്നും അച്ഛൻ പറഞ്ഞു. രാജ്യാന്തര പ്രയർ ലൈൻ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് അച്ഛൻ തന്റെ സന്ദേശം ഉപസംഹരിച്ചു. ശ്രീ ഫിലിപ്പ് മാത്യു ഡാളസ് പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ IPL കോർഡിനേറ്റർ CB സാമുവൽ സ്വാഗതം ആശംസിക്കുകയും മുഖ്യാതിഥി റവറൻ റോയ് എ തോമസിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. മിസ് മീനു ജോൺ ഡാളസ് നിശ്ചയിക്കപ്പെട്ട പാഠഭാഗം വായിച്ചു. വിവാഹ വാർഷികവും ജന്മദിനവും ആഘോഷിച്ചവരെ ശ്രീ B സാമുവൽ അനുമോദിച്ചു. ശ്രീ ജോൺ B മാത്യു ഡാളസ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. IPL സംഘടിപ്പിക്കുന്ന പ്രതിവാര പ്രാർത്ഥനാ യോഗത്തിൽ നിരവധി പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംബന്ധിച്ചിരുന്നുവെന്ന് കോർഡിനേറ്റർ TA മാത്യു പറഞ്ഞു. തുടർന്ന് നന്ദി രേഖപ്പെടുത്തി. സമാപന പ്രാർത്ഥനയും ആശീർവാദവും റവറൻ ഡോക്ടർ ജെയിംസ് N ജേക്കബ് നിർവഹിച്ചു. ഷിബു ജോർജ് ഹ്യൂസ്റ്റൺ, ശ്രീ ജോസഫ് T ജോർജ് ഹ്യൂസ്റ്റൺ എന്നിവർ ടെക്നിക്കൽ കോർഡിനേറ്ററായിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@emaliali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.